നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ റയൽ മാഡ്രിഡ് അടുത്ത ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ഇറങ്ങുന്നു നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ 12:30 ഡിപ്പോർട്ടിവോ ലാ കെറൂണയ്ക്കെതിരെയുള്ള റയൽ മാഡ്രിഡിൻ്റെ മത്സരം വരുന്നത്. ആ മത്സരത്തിലുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പുതിയ താരങ്ങൾ, അതായത് SP അതുപോലെയുള്ള ആളുകൾ ഈ സ്ക്വാഡിലുണ്ട്. എന്നാൽ ഡയമണ്ട്, പിന്നെ കിലിൻ എംബാപ്പെ, ഇങ്ങനെയുള്ള താരങ്ങളൊന്നും സ്ക്വാഡിലില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് ഈ ഒരു സ്ക്വാഡിൽ, ഡിപ്പോർട്ടിവോ ലാ കെറൂണയ്ക്കെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിലുള്ളതെന്ന്. ഗോൾ കീപ്പർമാരായിട്ട് ലൂനിനും സെർജിയോ മെസ്ട്രയുമാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് ഹുയ്സനും ട്രെൻറ്റും കരേറസും റൂഡിഗറും ഡംഫ്രീസും യോൻ മാർട്ടീനസും മാരിയോ റിവാസും ലാമിനിയുമുണ്ട്. മധ്യനിരയിലേക്ക് കമവിംഗ, വാൽവർദെ, ആർദ ഗ്യൂളർ, ബെർണാഡോ സിൽവ, സെസ്ട്രോ, ലക്കോസ്റ്റ, അലക്സിസ് സിഴിയ എന്നിവരുണ്ട്. വിനി ജൂനിയർ, എൻട്രിക്ക്, കാർലോസ് SP, ബ്രാഹിബ്, യാനസ് എന്നിവർ മുന്നേറ്റ നിരയിലുമുണ്ട്. അല്ല, എംബാപ്പയൊക്കെ ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കുക്കറയ, എംബാപ്പെ എന്നിവരൊക്കെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മത്സരം കളിക്കാനുള്ള സ്ക്വാഡിലില്ല. അതേസമയം ജൂഡ് ബെല്ലിംഗാം നാളെ റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.